ഹലോ. അപ്പോൾ നമുക്ക് ഇന്ന് നല്ല സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു എഗ് റൈസ് ആയാലോ. അപ്പോൾ ഒരു കടായി വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് ഇട്ട് വഴറ്റി അല്പം കറിവേപ്പില, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ തക്കാളി ചേർത്തൊന്ന് വഴറ്റുന്നു. ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നു. ഇത് നന്നായി വഴന്ന് വരുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് നമുക്ക് വേവിക്കാം. ആ സമയം കൊണ്ട് നമ്മൾ 3 മുട്ട എടുത്ത് അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ കൂട്ടിന് നടുക്കിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് അല്പസമയം ഒന്ന് വേവിച്ചിട്ട് വീണ്ടും തുറന്ന് നമ്മൾ മുട്ട ചിക്കി എടുക്കുന്നു. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബോയിൽഡ് ആയിട്ടുള്ള റൈസ് എടുത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു ഇതിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.